നമുക്കിന്ന് വറുത്തരച്ച കോഴിക്കറിയുടെ റെസിപ്പി നോക്കാം. ആദ്യമായിട്ട് ഒരു പാത്രം വയ്ക്കുക, അതിലേക്ക് എണ്ണ ഒഴിക്കുക. ചൂടായ ശേഷം അതിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇടുക. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് പച്ചമുളക് ഇടുക. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇടുക. ഇതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇളക്കുക കേട്ടോ. ഇത് അടിയിൽ പിടിക്കാതെ നോക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഉള്ളി ഇടുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർക്കുക. മഞ്ഞൾ ചേർക്കുക. അത് കഴിഞ്ഞിട്ട് കാശ്മീരി ചില്ലി ഇടുക. അതിനുശേഷം കുരുമുളക് ചേർക്കുക. അത് ഞാനിവിടെ കുഞ്ഞു സ്പൂണിൽ 2 സ്പൂണാണ് ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. ഇത് അടിയിൽ പിടിക്കാതെ നോക്കിക്കോണം. നന്നായിട്ട് ഇളക്കണേ. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇടുക. ഇത് നാടൻ കോഴിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിട്ടിട്ട് നന്നായിട്ട് മസാല പിടിക്കുന്നത് വരെ ഇളക്കുക. ഇനി മറ്റൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. അതിലേക്ക് കറിവേപ്പില ചേർക്കുക. അതിലേക്ക് പട്ട, ഏലക്ക, മസാല ചേർക്കുക. നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഇതിലേക്ക് പെരിഞ്ജീരകം ചേർക്കുക. ആവശ്യത്തിന് പെരിഞ്ജീരകം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതൊന്ന് ഒരു പച്ച ചുവ മാറുന്നത് വരെ എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുക ആവശ്യത്തിന്. ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കി തേങ്ങ ഒന്ന് ചുമന്ന കളറാവുന്നത് വരെ ഇളക്കുക. നല്ലൊരു മണം വരും. ആ സമയം വരെ ഒന്ന് ഇളക്കണേ. അടിയിൽ പിടിക്കാതെ നോക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. തേങ്ങയുടെ നിറമൊന്ന് മാറി വരുമ്പോഴേക്കും അതിലേക്ക് വേണ്ട മസാലകൾ നമുക്ക് ചേർക്കാം. ആദ്യം അതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഞാൻ ചെറിയ സ്പൂണിലാണ് ചേർക്കുന്നത്. ഒരു 4 സ്പൂണ് മുളക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർക്കാം. ആ ചെറിയ സ്പൂണിൽ തന്നെ 2 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി മല്ലിപ്പൊടിയാണ്. 4 സ്പൂണ് മല്ലിപ്പൊടി. നന്നായിട്ട് ഇളക്കണം. ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കണം. അതിനുശേഷം ഇത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നേരത്തെ ഇട്ടില്ലേ ചിക്കനൊക്കെ ഇട്ട് വെച്ച കറിയിലേക്ക് ഇത് ഇടുക. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ വറുത്തരച്ച കോഴിക്കറി റെഡിയായി. ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണേ. Thank you.